നിലമ്പൂരിൽ മാത്രം കഴിഞ്ഞ 9 വർഷങ്ങൾ കൊണ്ട് LDF ഗവൺമെന്റ് സൃഷ്ടിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിലമ്പൂരിലെ റോഡുകൾ മാത്രം നോക്കിയാൽ മതി. മലയോര മേഖലയിലെ 80 റോഡുകൾക്ക് മാത്രമായി നിലമ്പൂർ മണ്ഡലത്തിലെ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്ന് 10.45 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. റോഡുകളെല്ലാം മികച്ചതായി. ഒപ്പം മലയോര ഹൈവേ കൂടി എത്തിയതോടെ യാത്രകളെല്ലാം സുഖമായി. നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം കിഫ്ബി വഴി പ്രധാനപ്പെട്ട 3 റോഡുകളുടെ നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് 350 കോടി രൂപയാണ്. നിലമ്പൂർ ബൈപ്പാസ് കൂടി യാഥാർത്ഥ്യമായാൽ ഗതാഗത രംഗത്ത് വൻ മാറ്റമാണ് നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത്. നിലമ്പൂർ ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് 227.18 കോടി രൂപയുടെ ധനാനുമതി ആയിട്ടുണ്ട്. 1998 വിജ്ഞാപനം ഇറങ്ങിയ ഈ പദ്ധതി ദീർഘകാലമായി നടപ്പിലായിരുന്നില്ല. ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമായാണ് ഇപ്പോൾ ബൈപ്പാസ് യാഥാർത്ഥ്യത്തോട് അടുക്കുന്നത്. ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തിയായാൽ നിലമ്പൂർ ടൗണിലെ തിരക്കുകൾ കുറയ്ക്കാനാകും. സംസ്ഥാന പാത 28 ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനും സാധിക്കും. കൂടാതെ ടൂറിസ്റ്റുകൾക്ക് എളുപ്പത്തിൽ ഊട്ടിയിലെത്താനും സാധിക്കും. തമിഴ്നാട്ടിലേക്ക് പോകുന്ന വിനോദ സംഘങ്ങളുടെ വാഹനങ്ങളുടെയും വാണിജ്യ വാഹനങ്ങളുടെയും നീണ്ട നിര ഇല്ലാതാക്കാനും ബൈപ്പാസ് പൂർത്തിയാകുന്നതോടെ സാധ്യമാകും. കിഫ്ബി വഴി നിലമ്പൂർ മണ്ഡലത്തിൽ നടന്നത് 350 കോടി രൂപയുടെ റോഡ് വികസനമാണ്. പൂക്കോട്ടുംപാടം കാലിക്കടവ് കരിക്കുണ്ടി റോഡിന് 131.62 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. റോഡിന്റെ 1ാം ഘട്ടം പൂർത്തിയായിട്ട് 2ാം ഘട്ടത്തിന്റെ പണി നടക്കുകയാണ് ഇപ്പോൾ. പൂക്കോട്ടുംപാടം മുണ്ടേരി റോഡിന് കിഫ്ബി വഴി അനുവദിച്ചിരിക്കുന്നത് 115 കോടി രൂപയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട റോഡായ മൂലേപ്പാടം റോഡിന് 102 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു മണ്ഡലത്തിലെ തന്നെ 3 പ്രധാനപ്പെട്ട റോഡുകൾക്ക് അനുവദിച്ചിരിക്കുന്നത് 350ഓളം കോടി രൂപയാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ 3 റീച്ചുകളായാണ് നടക്കുന്നത്. അമരമ്പലം പഞ്ചായത്തിലെ പൂക്കോട്ടുംപാടം മുതൽ മുത്തേടം പഞ്ചായത്തിലെ കാറ്റാടിക്കടവ് വരെയുള്ള 21 കിലോമീറ്ററാണ് ആദ്യ റീച്ച്. വനാതിർത്തിയിലൂടെ കടന്നു പോകുന്ന ചാത്തമുണ്ട മുതൽ മുണ്ടേരി ഫാം ഗേറ്റ് വരെയുള്ള 9 കിലോമീറ്ററാണ് 2ാം റീച്ച്. പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തി വരെയുള്ള പൂക്കോട്ടുംപാടം മുതൽ കരുവാക്കുണ്ട് പുന്നക്കാട് ഭാഗം വരെയുള്ളതാണ് 3ാമത്തെ റീച്ച്. ഇതുകൂടാതെ പൂക്കോട്ടുംപാടം മുതൽ കക്കാടാംപോയിൽ വഴി കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലേക്ക് ഒരു ബദൽ പാതയുമുണ്ട്. കേരള റോഡ് ഫണ്ട് ബോർഡ് നിർമ്മിക്കുന്ന ഈ റോഡ് 12 മീറ്റർ വീതിയിലാണ് നിർമ്മിക്കുന്നത്. 8.40 മീറ്റർ ടാറിങ്ങും വശങ്ങളിൽ നടപ്പാതയുമുള്ള റോഡായാണ് ഇത് ഒരുങ്ങുന്നത്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടക്കുന്ന വികസനത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് റോഡുകൾ. അടിസ്ഥാന സൗകര്യ വികസനം എന്നത് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമാണ് എന്നായിരുന്നു UDF സർക്കാരുകൾ വിലപിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ നിന്ന് നാഷണൽ ഹൈവേ വികസനം ഉൾപ്പെടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ 9 വർഷക്കാലം കേരളം ഭരിച്ച ഇടതു ഗവൺമെന്റിന് സാധിച്ചു. ആ ഇച്ഛാശക്തി തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്.